2024 ഈ രാജ്യത്ത് ഒരു ഹിന്ദുവിനും മറക്കാൻ കഴിയാത്ത ഒരു വർഷമാണ്. ബംഗ്ലാദേശിൽ യുഎസ് സർക്കാർ അധികാരമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ഹിന്ദു സന്യാസികളെയും ഹിന്ദുക്കളെയും തെരഞ്ഞുപിടിച്ച് വധിക്കുന്ന ഒരു ക്രൂരമായ കാഴ്ച ലോകം കണ്ട ദിനങ്ങൾ. ആ ദിനങ്ങളിൽ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയ സ്വാമി, ഇസ്കോണിന്റെ സ്വാമിയാണ് ചിന്മയ കൃഷ്ണദാസിനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചിരുന്നു. ചിറ്റഗോങ്ങിലായിരുന്നു അദ്ദേഹം പ്രതിഷേധിക്കാൻ ഇറങ്ങിയത്. അദ്ദേഹം പ്രതിഷേധിക്കാൻ ഇറങ്ങുക മാത്രം ആഹ്വാനം നൽകിയിരുന്നു. കാരണം ഈ ഹിന്ദു വംശഹത്യക്കെതിരെ പ്രതിഷേധിക്കാൻ. അങ്ങനെ പ്രതിഷേധിച്ച സ്വാമിയെ അകത്താക്കി രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ചെയ്തിരുന്നു. ചിറ്റഗോങ്ങിലെ കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു. ഇന്നലെ ബംഗ്ലാദേശ് ഹൈക്കോടതി കൂടി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തെ തുറുങ്കിലടച്ചുകൊണ്ട് വീണ്ടും ഒരു ഹിന്ദു വംശഹത്യക്ക് ബംഗ്ലാദേശ് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇതിന്റെ അലയൊലികൾ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലും കാണാവുന്നതാണ്. വെസ്റ്റ് ബംഗാൾ ഇന്നലെ ചില ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഹിന്ദുവിനെ രക്ഷിക്കുക, സന്യാസി സമൂഹത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്നൊക്കെ അവർ മുദ്രാവാക്യം വിളിച്ചിരുന്നു. 2024 ഈ ചിന്മയ കൃഷ്ണദാസ് അറസ്റ്റിലായതിനു ശേഷം രാജ്യമെമ്പാടും ലോകമെമ്പാടും വലിയ പ്രതിഷേധം തന്നെയാണ് ഹൈന്ദവ സമൂഹങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടായത്. ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ അല്ലെങ്കിൽ ഹിന്ദു സന്യാസിമാരെ പീഡിപ്പിക്കുന്നത്, കൊലപ്പെടുത്തുന്നത്, ഹിന്ദു വിഗ്രഹങ്ങൾ തകർക്കുന്നത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അതിന്റെ ഒരു ചുവട് പിടിച്ച് വെസ്റ്റ് ബംഗാളിലും മമതയും അത്തരത്തിൽ തന്നെയുള്ള നീക്കങ്ങളൊക്കെ പലപ്പോഴും നടത്തിയിരുന്നു. ക്ഷേത്രങ്ങൾ പൂട്ടിയിടുക, ക്ഷേത്രങ്ങളൊക്കെ പാർട്ടി ഓഫീസുകളാക്കി മാറ്റുക, അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളായിരുന്നു. ഏതായാലും ആ കലാപരിപാടിക്കൊക്കെ ഇപ്പോൾ പൂട്ടു വീണിട്ടുണ്ട്. ഇനിയുള്ളത് ബംഗ്ലാദേശിൽ വീണ്ടും ഒരു ഹിന്ദു വംശഹത്യക്കുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്.